പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ പ്രിയനായവനെ ദൈവം സംരക്ഷിക്കുവാനിടയായിത്തീരും. ദൈവത്തിന്റെ പ്രിയനായവൻ ഏത് പ്രതിസന്ധിയിലും പ്രശ്നങ്ങളിലും ഏത് തുറകളിൽ അകപ്പെട്ടാലും ദൈവത്തിന്റെ കരവനെ വന്ന് പിടിച്ചെടുക്കുവാനിടയായിത്തീരും. ഇന്ന് മക്കൾ ഈ ദൂത് കേൾക്കുന്ന ദൈവമക്കളെ, ഏത് പ്രതിസന്ധിയിലാണ് നീ ആയിരിക്കുന്നത്, ഏത് പ്രശ്നത്തിന്റെ താഴ്വരയിലാണ് നീ ആയിരിക്കുന്നത്, നിന്നെ ഉയർത്തുന്ന ഒരു കരമുണ്ട്, നിന്നെ പുറത്തു കൊണ്ടിരുന്ന ഒരു കരമുണ്ട്. ഏത് പ്രതിസന്ധിയിലും പിശാച് നാല് വശവും നിന്റെ വാതിൽ കൊട്ടിയടക്കപ്പെട്ടാലും നിനക്ക് വേണ്ടി തുറക്കുന്ന ഒരു കരം ഇന്ന് മക്കൾ വിശ്വസിക്കുന്ന ദൈവത്തിൽ ഇന്ന് ഏറ്റെടുത്ത് കഴിഞ്ഞാൽ നിനക്കൊരു വിടുതല. ഹല്ലേലൂയ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ. നിനക്ക് അല്പമേ ശക്തിയുള്ളെങ്കിലും നീ എന്റെ വചനം കേട്ടിട്ട് നാമം നിഷേധിച്ചില്ല എന്ന് വെളിപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നു. ദൈവജനത്തിന് വേണ്ടി തുറക്കപ്പെടുന്ന ഒരു വാതിലുണ്ട്. ദൈവജനത്തിന് വേണ്ടി അടയ്ക്കപ്പെട്ട വാതിലുകളിൽ കഴിഞ്ഞ കാലങ്ങളിൽ തകർക്കപ്പെട്ടതായിരിക്കുന്ന ചില ഭാഗങ്ങളുണ്ട്. അതിന് പകരം ഈ വചനത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, ഏത് മേഖലകളാണ് നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ തടയപ്പെട്ടത്, ഇന്ന് പകരം വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്ന് പകലും ഞാൻ നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ, യേശു കർത്താവിനെ കല്ലറയ്ക്കകത്ത് വെച്ച് അടച്ചു. ഹല്ലേലൂയ, റോമൻ മുദ്രകളിട്ട് പൂട്ടി. പക്ഷേ മൂന്നാം ദിവസം അതിപ്രഭാതത്തിൽ ദൈവത്തിന്റെ കരം പരിശുദ്ധമായി ഇറങ്ങി വന്ന് അകത്ത് കിടന്ന യേശുവിനെ പുറത്തു കൊണ്ടുവന്ന ദൈവശക്തി ഇന്ന് പകൽക്കാലം ചില ഭവനങ്ങൾക്ക് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന് ഇന്ന് പകൽ എത്ര പേർ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.